അപ്പേ ഇപ്പൊ എല്ലാവർക്കും വയസ്സായവർക്ക് എല്ലാവർക്കും പെൻഷൻ കിട്ടുന്നുണ്ടല്ലോ. ആ ആ 60 വയസ്സ് കഴിഞ്ഞവർക്ക്. 60 വയസ്സ് കഴിഞ്ഞവർക്ക്. അപ്പൊ അതേപ്പറ്റി എന്താ അഭിപ്രായം? അത് ഒരു കണക്ക് ഒരു നല്ല കാര്യമാണ്. കാരണം സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർക്ക് 60 വയസ്സ് കഴിഞ്ഞവർക്ക് ഒരു വരുമാനമുള്ള ഒരു ചെറിയ 2000 രൂപ അടുത്തുണ്ട്. ഈ സർക്കാരാണ് അത്രയും പൈസയൊക്കെ ആക്കി കൊടുത്തത്. അതായത് 600-ൽ നിന്ന് ഇത്രയും 2000 രൂപ അടുത്തായില്ലേ. അപ്പോൾ അതൊരു വലിയൊരു ആശ്വാസമാണ്. ഈ പ്രായമായവർക്ക് ജോലിയൊന്നും ചെയ്യാൻ പറ്റാതെ ജോലി കിട്ടാത്തവർക്കൊക്കെ ഒരു ചെറിയ ആശ്വാസമാണ്. അതുപോലെ തന്നെ ഈ ലോട്ടറിയൊക്കെ വിറ്റ് നടക്കുന്ന മനുഷ്യർ ഒത്തിരി പ്രായമുള്ളവരാണ്. അവർക്ക് ഒന്നെങ്കിൽ എന്തെങ്കിലും വയ്യാഴികയുള്ളവരും അല്ലെങ്കിൽ പ്രായമായവരൊക്കെയാണ്. അവരുടെ അടുത്ത് ഈ ലോട്ടറി കൊടുത്തിട്ട് അവരെന്ത് കഷ്ടപ്പെടുന്നു. അവരൊക്കെ എടുത്ത് എത്ര പേരുടെ അടുത്താണ് ഒരുമാതിരി ഭിക്ഷക്കാരെ പോലെ ഈ ലോട്ടറി ആയിട്ട് ആൾക്കാരുടെ അടുത്തിട്ട് കയറി ഇറങ്ങി ഒരു 10-15 പേരുടെ അടുത്ത് കൈ നീട്ടിയാലേ ചിലപ്പോൾ ഒരാൾ എടുക്കുന്നതാണ്. എന്തൊരു ദുരിതം അവരുടെ ജീവിതം. അവർക്കൊരു ലോട്ടറി വിറ്റാൽ 6-7 രൂപയൊക്കെ കിട്ടുന്നുള്ളൂ. അതൊക്കെ ഒരു കണക്കെ കഷ്ടം. ആ പരിപാടിയൊക്കെ നിർത്തിയിട്ട് ഇവർക്കും ഈ എല്ലാ മനുഷ്യരും 60 വയസ്സ് കഴിഞ്ഞവർക്കൊക്കെ പെൻഷൻ, ഒരു ന്യായമായ പെൻഷൻ ഈ 2000 എന്നുള്ളത് ഒരു 10,000 രൂപയൊക്കെ കൊടുക്കാനുള്ള ചാൻസ് ഉണ്ട്. അത്രയൊക്കെ കൊടുക്കാം. ഈ സർക്കാർ ഉദ്യോഗസ്ഥർക്ക് പെൻഷൻ പറ്റുമ്പോൾ അവർ പെൻഷൻ പറ്റുന്ന തുകയുടെ അവർക്ക് എത്രയാണ് ഇപ്പം 1 ലക്ഷം രൂപ അടുത്ത് പെൻഷൻ അന്നേരം സാലറി ഉണ്ടെങ്കിൽ അവർ പെൻഷനൊക്കെ പറ്റി പോയി കഴിയുമ്പോൾ ഏതാണ്ട് അതിൻ്റെ പകുതി അടുത്ത് പൈസ പിന്നെ പെൻഷനായിട്ട് കിട്ടുമെന്നാകും. അത് ഒരു ശരിയായ നടപടിയല്ല. അത്രയും പൈസയൊക്കെ പെൻഷൻ കൊടുക്കുക എന്ന് പറഞ്ഞാൽ അത് സർക്കാരിൻ്റെ പണം, ജനങ്ങളുടെ പണം. ഈ നികുതിയൊക്കെ പിരിച്ച് അവരെ തീറ്റിപ്പോറ്റേണ്ട യാതൊരു കാര്യമില്ല. അത്രയും പൈസയൊക്കെ കൊടുത്ത് ഒരു മനുഷ്യന് 55 വയസ്സാകുമ്പോൾ പെൻഷനാവും. അത് കഴിഞ്ഞാൽ ഇപ്പോഴത്തെ മനുഷ്യർക്കൊക്കെ നല്ല ആരോഗ്യം ആയുസ്സൊക്കെ ഇഷ്ടംപോലുണ്ട്. അതുകൊണ്ട് അവരൊരു 100 വയസ്സ് വരെയൊക്കെ അതിന് മുകളിലൊക്കെ ജീവിച്ചിരിക്കാം, ഒരു അസുഖമില്ലാത്തവർ. അപ്പം അത്രയും കാലം ഇത്രയും പെൻഷൻ കൊടുക്കുക. പിന്നെ ഇവർക്ക് ആ പൈസ ഇല്ലല്ലോ, കാലാതീതമായ ഓരോ വർഷവും ഇവർക്ക് സർക്കാരിൻ്റെ പൈസ കൂടുന്നതിനനുസരിച്ച് അവർക്ക് കൂടി വരും. അപ്പം ഇവർ 55 വയസ്സ് കഴിഞ്ഞ് 45 വർഷം കൂടെ ജീവിച്ചിരുന്നാലേ ഉള്ള പൈസ നോക്കിക്കും. എത്ര ഭീമമായ പൈസ അവർക്ക് കൊടുക്കേണ്ടത്. ഇതിനൊക്കെ അടിസ്ഥാനപരമായി ഒരു നിശ്ചിത തുക ഏത് ഉദ്യോഗസ്ഥനായാലും, ഒരു പിയൂണായാലും ഒരു ജില്ലാ കളക്ടറായാലും എല്ലാവരും ഒരുപോലെ തിന്നാൽ മതിയല്ലോ. ഇതിനൊക്കെ സ്പെഷ്യൽ വല്ലതും ഉണ്ടോ? ഒരുപോലെ പൈസ കൊടുത്തോ. ഒരു 10,000 രൂപയ്ക്ക് കൂടുതലൊന്നും പെൻഷൻ കൊടുക്കേണ്ട യാതൊരു കാര്യമില്ല. ആ 10,000 രൂപ എല്ലാ സാധാരണക്കാരനും കൊടുക്കണം. 60 വയസ്സ് കഴിഞ്ഞ് ജോലി ചെയ്യാൻ പറ്റിയില്ലാത്തവർക്കെല്ലാം ആ പൈസയ്ക്ക് 60 കിട്ടും. അതല്ലേ അതുപോലെ പണമുള്ളവന് വേണ്ട. ജീവിക്കാൻ നിവൃത്തിയില്ലാത്തവനൊക്കെ ഈ 10,000 രൂപയ്ക്ക് ഇത്രയും പൈസ അവർക്ക് കൊടുക്കുന്ന പൈസ ഇവർക്കും കിട്ടണം. കാരണം ആരും ഈ 60 വയസ്സ് വരെ അല്ലെങ്കിൽ അവർ ചുമ്മാ ഇരിക്കുന്നു അല്ലല്ലോ. അവരെന്തെങ്കിലും ജോലി ചെയ്തോ, ഒന്നെങ്കിൽ കൃഷിയിൽ ഇടപെട്ട് കാണും, അല്ലെങ്കിൽ എന്തെങ്കിലും ജോലി അവർ ഇടപെട്ടിട്ട് കാണും. അങ്ങനെയാണല്ലോ അവർ വന്നത്. തൊഴിൽ ഏതെങ്കിലും ചെറിയ തൊഴിലായാലും അവർ ചെയ്തു കാണും. എല്ലാ തൊഴിലിനും അതിൻ്റേതായ മഹത്വമുണ്ട്. പിന്നെ ഈ സർക്കാർ ഉദ്യോഗസ്ഥർക്കൊന്നും ഒരു വലിയ പ്രത്യേകതയൊന്നുമില്ല. ഇവന്മാർക്കൊക്കെ ഇത്രയും പേര് വാരിക്കോരി കൊടുക്കേണ്ട കാര്യമില്ല. ഇവന്മാരെന്നാ വലിയ മഹാപരം. അതുപോലെ ഈ സർക്കാർ ഉദ്യോഗസ്ഥർക്ക് ജോലി കിട്ടിക്കഴിഞ്ഞാൽ ഉടനെ ഇവർ വിചാരിക്കുന്ന ഇവരേതാണ്ട് വലിയ സംഭവമാണ്, ഇവരേതാണ്ട് പ്രത്യേക ഒരു ക്ലാസ്സാണ്, പ്രത്യേകമായ ഇവർക്കൊക്കെ പവറുണ്ട്. ഇവന്മാർക്ക് ജോലി കിട്ടി PSC കൂടെ ജോലി കിട്ടുന്നവന്മാരെല്ലാം നേരായിട്ടാണോ വരുന്നതെന്ന് ഒരു സംശയമുണ്ട്. കാരണം ഒത്തിരി പേര് വളഞ്ഞ മാർഗത്തിലൂടെ കാണും. അതുകൊണ്ട് കുറഞ്ഞ വർഷം ഒരു 5 വർഷം കൂടുമ്പോൾ ഈ സർക്കാർ ഉദ്യോഗസ്ഥർക്ക് ഇവർക്ക് അത്രയും കഴിവുണ്ടോ എന്നൊരു എലിജിബിലിറ്റി ടെസ്റ്റ്, അതായത് അവരുടെ കഴിവിനെ സംബന്ധിച്ചൊന്ന് പരീക്ഷിക്കുന്നതല്ല. അതുപോലെ തന്നെ സ്കൂളിൽ പഠിപ്പിക്കുന്ന അധ്യാപകർക്ക് ഇതിൽ പകുതി എണ്ണവും പൊട്ടന്മാരാണെന്നാണ് എൻ്റെ വിശ്വാസം. കാരണം എങ്ങനെയെങ്കിലുമൊക്കെ ഉരുട്ട് കഷ്ടിച്ച് പിടിച്ച് ജയിച്ച് വന്ന് ബിഎഡും എടുത്ത് നേരെ കുറച്ച് കാശും കൊടുത്ത് ഏതെങ്കിലും മാനവിൻ്റെ സ്കൂളിൽ കയറും. എന്നിട്ട് എന്തെങ്കിലുമൊക്കെ പിള്ളേരെ പഠിപ്പിക്കുക. ഇവരൊന്നും ഒരു കോപ്പും അറിയത്തില്ല. ഇവനെയൊക്കെ ഓരോ പ്രാവശ്യവും ഒരു 5 വർഷം കൂടുമ്പോൾ സർക്കാർ എന്തെങ്കിലും ഒരു പരീക്ഷ നടത്തി ഇവർക്കൊക്കെ കഴിവുണ്ടോ എന്ന് തെളിയിക്കണം. അങ്ങനെയുള്ള ഒരു പരിപാടികൾ കൊണ്ടുവരണം. അതുപോലെ തന്നെ ഈ ഭാരിച്ച ശമ്പളം ഒന്നും സർക്കാർ ഉദ്യോഗസ്ഥർക്ക് ഇപ്പോൾ ഉള്ള ശമ്പളം കുഴപ്പമില്ല, അവർക്ക് കൊടുക്കണം, ജീവിക്കാൻ അനുവാദികമായ ശമ്പളമൊക്കെ കൊടുക്കണം. പക്ഷെ പെൻഷൻ പറ്റിക്കഴിഞ്ഞാൽ ഈ പൈസ അത്രയും പൈസയൊന്നും കൊടുക്കണ്ട. ഒരു 10,000 രൂപയൊക്കെ മതി കഴിഞ്ഞിരിക്കും. ജോലി ചെയ്തപ്പോൾ ഉണ്ടാക്കിയല്ലോ കാശ്. അപ്പം അത്രയേ ഉള്ളൂ, അതിനുള്ള അർഹതയുള്ളവർക്ക്. അത് ഈ സാധാരണക്കാരെ എല്ലാ മനുഷ്യർക്കും കൊടുക്കണം. അതായത് ഈ ലോട്ടറി ഈ ഭിക്ഷ യാചിക്കുന്ന പോലെ ഇവർ ഓരോ മനുഷ്യൻ്റെയും പിന്നെ കൂടെ പോയി ലോട്ടറി വേണോ എന്ന് ചോദിച്ച് നടക്കും.
ചിലരൊക്കെ എന്നാൽ എനിക്ക് ലോട്ടറി വേണ്ട, എന്നാ ചേട്ടാ ഒരു 50 രൂപ എന്ന് പറഞ്ഞാൽ അവർ പറയും ചുമ്മാ ഒന്ന് ചൊറിവിലൊന്നും എനിക്ക് ഇതിൻ്റെ 50 രൂപ വേണ്ട എന്ന് പറയുന്ന ആൾക്കാർ അവർ അത്ര അന്തസ്സുള്ളവരാണ്. എന്നിട്ട് പോലും ഇവർ പറയുക ഇത് വിറ്റ് എന്തെങ്കിലും കഷ്ടപ്പാടാണ് വഴി. ചിലരൊക്കെ ഈ വെയിലത്ത് ഈ റോഡിൽ കൂടെ ഇങ്ങനെ അലഞ്ഞ് നടക്കുന്നതാണ്, ഞാൻ അത്ര വരെ കാണുന്നു. അപ്പോൾ ആ പരിപാടിയൊക്കെ അവസാനിപ്പിച്ച് സർക്കാർ ആ ലോട്ടറി പരിപാടി അങ്ങ് നിർത്തണം. കാരണം കുറേ പേരിൽ നിന്നും ഈ ലോട്ടറി എടുക്കുന്നവരാരാ? ഏറ്റവും ദരിദ്രരായ മനുഷ്യരാണ് ലോട്ടറി എടുക്കുന്നത്. ചെറിയ കച്ചവടക്കാർ, പിന്നെ തൊഴിലാളികൾ, പണിയെടുക്കുന്നവർ, അന്നന്ന് കൂലിപ്പണി എടുക്കുന്നവരാണ് വാങ്ങുന്നത്. ഈ സർക്കാർ ഉദ്യോഗസ്ഥരോ അല്ലെങ്കിൽ ഇച്ചിരി പൈസ ഉള്ളവരോ ആരും ഇത് വാങ്ങില്ല. എന്നിട്ട് ഈ പൈസയുടെ ഈ ലോട്ടറി വാങ്ങി ഈ പരിപാടി നടത്തിയിട്ട് അതിൻ്റെ അകത്തൊരു 20-25% പോലും ഈ ലോട്ടറി എടുക്കുന്നവർക്ക് കിട്ടുന്നില്ല. ബാക്കി മുഴുവൻ ഈ സർക്കാരിൻ്റെയിലോട്ട് പോകുന്നു. സർക്കാർ നീതിയായിട്ടും അതായിട്ടും ഇതായിട്ടും പിന്നെ അതിനോട്ട് ചുറ്റിപ്പറ്റി കിടക്കുന്ന കുറേ ഉദ്യോഗസ്ഥന്മാർക്കും കിട്ടും. അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഇതൊക്കെ എന്ത് വൃത്തികെട്ട പരിപാടി, ഇതൊക്കെ നിർത്തേണ്ടതല്ലേ. പിന്നെ അതുപോലെ തന്നെ ഈ ഒത്തിരി സർക്കാർ ഓഫീസുകളുണ്ട് ഓരോ ഉപകാരമില്ലാത്ത. ഈ കൃഷിഭവന്, ഈ ആയുർവേദ ആശുപത്രിയൊക്കെ, ഇവിടെയൊക്കെ ആയുർവേദ ആശുപത്രികൾ ഒരു മനുഷ്യന് കയറുന്നില്ല. ഒരു 10 രോഗികൾ പോലും വന്നിട്ടുണ്ടോ ഇല്ലെന്ന് അറിയില്ല. അതൊക്കെ കുറച്ച് ഒരു 1-2 പഞ്ചായത്തിൽ ഒരെണ്ണമൊക്കെ വെച്ചാൽ പോലെ. എന്തെങ്കിലും സർക്കാർ ഉദ്യോഗസ്ഥരെ വെറുതെ ഈ കാശൊക്കെ വെറുതെ കളയും. ഒരു ഡോക്ടർ, കമ്പൗണ്ടർ, വേറെ ഒരു ആശുപത്രി ആയ ഇവിടെ ഒരു 5-8 ജോലിക്കാരുമാണ്. ഇവർക്കൊക്കെ ഭയങ്കര ശമ്പളമല്ലേ. ഡോക്ടർക്കൊക്കെ ന്യായമായ ശമ്പളം കൊടുക്കണം. ഇവിടെ അവിടെ നിൽക്കുന്നവർക്ക് നേഴ്സിന് കൊടുക്കണം, അസിസ്റ്റൻറ്റിന് കൊടുക്കണം, അവിടെ തൂക്കാരിക്കൊക്കെ ഒത്തിരി പൈസ ഉണ്ട്. ഇത്രയും പൈസയൊക്കെ വെറുതെ ചിലവാക്കിയിട്ട് ആർക്ക് വേണ്ടി, എന്തിനു വേണ്ടിയിട്ടാണ്? അവിടെ ആ രോഗികൾ വരുന്നുണ്ടെക്കണം. അതുപോലെ ഈ ആയുർവേദ ആശുപത്രിയിലും അങ്ങനെ തന്നെയാണ്. കൃഷി ഓഫീസിലോ ഒരു മനുഷ്യന് കൃഷി ഓഫീസിൽ ഇരുന്നില്ല. ഇവന്മാർ വരും എന്ന് വെച്ചിട്ട് അവിടെ എങ്ങാനും എന്തെങ്കിലുമൊക്കെ കാണിച്ചു വെച്ചിട്ട് ഇവന്മാരെ കാണില്ല എന്ന് ചോദിച്ചാൽ ആരോട് പറയും ഇതൊക്കെ ഫീൽഡില്ല. എവിടെയാ ഫീൽഡ്? ഇവനൊക്കെ തിരുവനന്തപുരം വേറെ നാട്ടിലുള്ളവന്മാരായിരിക്കും. അവന്മാർക്ക് വരുന്നത് ഒപ്പിടുന്ന ഇവിടെയുള്ളവന്മാരോടെ ഒപ്പിടും. അവരൊക്കെ കൃത്യമായിട്ട് ശമ്പളവും വാങ്ങുന്നുണ്ട്. ഈ സർക്കാരിൻ്റെ കാര്യം മുഴുവൻ കൊടുത്തഴിഞ്ഞാൽ ഒത്തിരി പരിപാടിയുണ്ട്, ഒത്തിരി തട്ടിപ്പുണ്ട്. ഇവരെയൊക്കെ വേറെ എന്തെങ്കിലുമൊക്കെ ഇവർ ജോലി കുഴപ്പമില്ല. അവരെ എവിടെയെങ്കിലുമൊക്കെ എന്തെങ്കിലും ജോലി കൊടുക്കണവർക്ക് വെറുതെ ഇരുന്ന് ഒത്തിരി ശമ്പളം കൊടുക്കേണ്ട യാതൊരു കാര്യമില്ല. സർക്കാർ അതൊക്കെ നോക്കിക്കണ്ട് ചെയ്യുന്നില്ല. എന്ത് വൃത്തിയാൽ ആ പാവപ്പെട്ട ഒത്തിരി പേര് കഷ്ടത അനുഭവിക്കുന്നു. ഈ കഷ്ടത അനുഭവിക്കുന്നവരെയൊക്കെ മുതലെടുക്കുന്ന കുറേ പേര് വേറെ. ഇതൊക്കെ ഒന്ന് അവസാനിപ്പിക്കണം.